ഇപ്പോൾ സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, എന്താണ് നമുക്ക് സമീർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാനിപ്പോഴുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. ഈ ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തി ലഭിക്കുന്ന മൃതദേഹങ്ങളും അതിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളും എല്ലാം തന്നെ എത്തിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ളത് 52 മൃതദേഹങ്ങളാണ്. ഒന്നും കൂടെ കൃത്യമായി പറയുകയാണെങ്കിൽ 36 മൃതദേഹങ്ങളും 47 മൃതദേഹാവശിഷ്ടങ്ങളും 15 മൃതദേഹങ്ങളും എന്നിങ്ങനെ 52 മൃതദേഹങ്ങളാണ് നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ നടത്തിയ തിരച്ചിലിൽ ആകെ 137 മൃതദേഹങ്ങളാണ് നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്നും ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നത്. ഇതിൽ 54 മൃതദേഹങ്ങളും 83 മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 131 പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വയനാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ ഒരു മൃതദേഹവും 5 മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളുമാണ് ഇനി ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ളത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇത് ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ഡോക്ടേഴ്സ് എത്തി ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ നിലവിൽ ചാലിയാർ പുഴയിൽ തിരച്ചിലും ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ചാലിയാർ പുഴയുടെ ഉൾവനത്തിൽ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇന്ന് തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതിൽ പ്രധാനമായും ഈ പോത്തുകലിൽ നിന്നും 15 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചാലിയാർ പുഴ അത് തമിഴ്നാട് ഭാഗത്തേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ ഭാഗത്തു കൂടി കടന്നുകൊണ്ട് ഉൾവനത്തിൽ പ്രധാനമായും ഇന്ന് തിരച്ചിൽ നടക്കും. കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് നിലവിലുള്ള ഒരു നിഗമനം. അതോടൊപ്പം തന്നെ നിലവിൽ വനം വകുപ്പും ഒപ്പം തന്നെ ERF വളണ്ടിയർമാരും ചേർന്നാണ് നിലവിൽ ഉൾവനത്തിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയുടെ പോഷക നദികൾ, പ്രത്യേകിച്ച് വാഴക്കാട് ഭാഗത്തൊക്കെ തന്നെ പോഷക നദികളുണ്ട്. ഈ പോഷക നദികൾ കേന്ദ്രീകരിച്ചും പ്രധാനമായും ഇന്ന് തിരച്ചിൽ നടക്കും. ഇതിന് ഫയർഫോഴ്സ് ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുമായിരിക്കും ഈ തിരച്ചിലിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായും നേരത്തെ ആദ്യഘട്ടത്തിൽ പോത്തുകൽ മുണ്ടേരി ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നത് എങ്കിൽ നിലവിൽ ഇവിടെ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാറി നിലവിൽ മമ്പാടും ഒപ്പം തന്നെ വാഴക്കാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ ചാലിയാർ പുഴയുടെ പോഷക നദികൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു തിരച്ചിൽ നടത്താൻ നിലവിൽ സന്നദ്ധ സംഘടനകളൊപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും രക്ഷാപ്രവർത്തകരും നിലവിൽ തീരുമാനിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ചാലിയാർ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മരങ്ങൾക്കിടയിൽ നിന്നും ഒപ്പം തന്നെ മൺകൂനകൾക്കിടയിൽ നിന്നുമാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും ലഭിക്കുന്നത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകരും പോലീസും എല്ലാവരും തന്നെ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ഒരുപക്ഷെ ഉൾവനത്തിൽ നടത്തുന്ന തിരച്ചിൽ ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ രക്ഷാപ്രവർത്തകരുടെ അനുമാനം. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. നിലവിൽ 55 ഫ്രീസറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വെള്ളാറമല അല്ലേ അശ്വി, വെള്ളാറമല സ്കൂളിലെ HM ഉണ്ണികൃഷ്ണൻ സാറ് നേരത്തെ നമ്മോട് സംസാരിച്ചിരുന്നു. അത് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശരിയാണ്. താങ്കൾ ആ സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിലാണ് താങ്കൾ ഞങ്ങളോട് സംസാരിച്ചത്.